തിരുവോരങ്ങളിൽ ഇതര സംസ്ഥാന കച്ചവടക്കാർ വിൽക്കുന്ന ബീഡയിൽ മാരക വിഷം ചേർക്കുന്നതായി എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന വേദന സംഹാരി ഗുളികകൾ മുതൽ കുപ്പിച്ചില്ല് വരെ പൊടിച്ചു ചേർത്താണ് പലയിടങ്ങളിലെയും ബീഡ വിൽപ്പന. ഇതര സംസ്ഥാനക്കാരുടെ കുത്തകയാണ് തെരുവോരങ്ങളിലെ ബീഡ കച്ചവടം. ബീഡയിൽ ലഹരിക്ക് വേണ്ടി വൻതോതിൽ മാരകവിഷം ചേർക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് കാസർകോട്ടെ 50ഓളം കടകളിൽ എക്സൈസ് അധികൃതർ പരിശോധന നടത്തിയത്. ബീഡയിൽ ചേർക്കാൻ കരുതി വച്ചിരിക്കുന്ന ലഹരി വസ്തുക്കൾ കണ്ട് എക്സൈസ് അധികൃതർ തന്നെ ഞെട്ടി. കിഡ്നി, ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന ഗുളികകൾ അടക്കം പൊടിച്ചു ചേർത്ത മിശ്രിതമാണ് വെറ്റിലയിൽ ചേർക്കുന്നത്. വായ്ക്കകത്ത് ചെറിയ മുറിവുകളുണ്ടായി ലഹരി നേരെ തലയ്ക്ക് പിടിക്കാൻ കുപ്പിച്ചില്ല് പോലും പൊടിച്ചു ചേർക്കുകയാണ്. ക്യാൻസർ പേഷ്യൻസ് കഴിക്കുന്ന ടാബ്ലറ്റുകൾ, മാരക രോഗങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ്, കിഡ്നി പേഷ്യൻസ് കഴിക്കുന്ന ടാബ്ലറ്റുകൾ, ഇതെല്ലാം പാവപ്പെട്ടവന്റെ വായ്ക്കത്ത് കൂടെ അകത്ത് പോവുകയാണ്. തദ്വാര സംഭവിക്കുന്ന പറഞ്ഞാൽ അവന്റെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ചെയ്യുകയാണ്. 60 കൊല്ലം 70 കൊല്ലം നല്ല ആരോഗ്യത്തോടെ ജീവിക്കേണ്ട ഒരാൾക്ക് 30-35 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ രോഗിയായി മാറും. ഒന്നുകിൽ ക്യാൻസർ വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളായിട്ട് അടിമപ്പെടും. സ്ഥിരം ഇടപാടുകാർക്കും പരിചയക്കാർക്കുമാണ് വീര്യം കൂടിയ 400 ബീസ് എന്ന് പേരിട്ടിരിക്കുന്ന ബീഡ വിൽക്കുന്നത്. ലഹരി വസ്തുക്കളടക്കം കൈയോടെ പിടികൂടിയാലും നിയമത്തിന്റെ പഴുതുപയോഗിച്ച് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ഇതര സംസ്ഥാന കച്ചവടക്കാർക്ക് പലപ്പോഴും സഹായകരമാവുന്നത്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.